ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. ഞങ്ങൾ ഇനി മേഘാലയയിൽ അടിച്ചു പൊളിക്കാൻ പോവാണ്. ഇത് പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ പുറംഭാഗമാണ്. ഞാൻ ഗുവാഹട്ടിയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ സമയം രാത്രി 1 മണിയേക്കുന്ന്. ദിബ്രുഗഡ് എന്ന് പറഞ്ഞിട്ട് ദിബ്രുഗഡ് വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്, 22-503. അത് കന്യാകുമാരിയിൽ നിന്ന് വരുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം തന്നെ ഏറ്റവും കൂടുതൽ സമയം ട്രാവൽ ചെയ്യുന്ന ഒരു ട്രെയിനാണ്. ആ ട്രെയിനാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 3244 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ പാലക്കാട് നിന്ന്. ട്രെയിൻ വരാനയക്കുന്നത്. അപ്പൊ ട്രെയിന് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കന്യാകുമാരിയിൽ നിന്ന് 5:25 പുറപ്പെട്ടിട്ട് 2:37 പാലക്കാട് എത്തും. ഇപ്പൊ 3 മണിയായിക്കുന്നു. അപ്പൊ ഞാൻ ട്രെയിനിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി ബാക്കി നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങള്, ട്രെയിനിലെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കാണാം. അപ്പൊ എല്ലാരും അതിലേക്ക് കയറാം. തേർഡ് AC ടിക്കറ്റ് തന്നെയാണ്. ഏകദേശം 2,900 വരും ഇവിടുന്ന് അങ്ങോട്ടേക്ക്. ഒരു 2 രാത്രിയും പിന്നെ 3-ാമത്തെ ദിവസം പകല് രാവിലെ 9 മണിക്കാണ് ആസാമിന്റെ തലസ്ഥാനമായ ഗുവാഹട്ടിയിലേക്ക് എത്തുക. അപ്പൊ നമ്മളൊരു 33 ആളുകളുണ്ട്. ഇപ്പൊ ട്രെയിനിൽ ഇവരെ ബ്ലാങ്കറ്റ് ഒക്കെ മാറ്റിയിരിക്കുന്നു. ഇപ്പൊ കള്ളി കളർ ആക്കിയിരുന്നു. മുമ്പ് പിന്നെ വെറും ബ്ലാക്ക് ആയിരുന്നു. ഇപ്പൊ ഇങ്ങനെ കള്ളി ടൈപ്പ് ഇതാക്കിക്കുന്നു, കമ്പിളി. അങ്ങനെ രാവിലെ പിന്നെ ഉറക്കമൊക്കെ എണീച്ച് പല്ലൊക്കെ തേച്ച് ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കുറച്ച് കളികളൊക്കെ കളിക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ കാണാം ട്രെയിനിലെ കാഴ്ചകള്. गरम 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 डबल अंडा बिरयानी 50 रुपया भाई. बिरयानी चाहिए? डबल अंडा बिरयानी 50 रुपया. डबल ശരിക്കും മലയാളിയാണ് ആള്. മോനെ ഞാൻ ചാടി കയറിയതാ, അപ്പൊ വീണ്. അയ്യോ വീണില്ല, ഇത് വീണ്. അത് റീച്ചല്ല, പക്ഷെ പാടിന്ന് പഠിച്ച സാധനമാണ്. ഓന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ആ ഫോണില് ഫോൺ ഓണാണ്. പിന്നെ ഞാൻ നിലത്തെങ്കിലും കളയുന്നില്ല. വൃത്തിക്ക് പിടിക്കണേ. ഫ്രഷ് ജ്യൂസ് അടിക്കുകയാണ്. ക്യാരറ്റ് കഴിക്കാതെ അവിടെ നെഗറ്റീവ് പറഞ്ഞിട്ടൊന്നും കഴിക്കണ്ടോ? അങ്ങോട്ട് അസിസ്റ്റന്റ് ആക്കി എടുത്ത് കേട്ടോ. നമ്മുടെ ബ്രെഡ് ബ്രെഡ് ഉണ്ട്.
അപ്പുറം ഓരോ കുടുംബം എനിക്ക് ഇഷ്ടമല്ല. ഉണ്ടാക്കി തുടങ്ങി ക്യാമറ അല്ല ഫോൺ. ബീഫാമ് വേറെ ബീഫാം ഉണ്ടോ? ഞാൻ പറഞ്ഞു അടിപൊളി സാധനം. ചോക്ലേറ്റ് കൂടി ഇട്ട് സെറ്റ് ചെയ്യുന്നു. അന്നമാതിരി ലോക്കൽ മൈൻഡ് അല്ല. അവിടെ വൃത്തിയാവാതിരിക്കാൻ വേണ്ടി കണ്ട് അങ്ങോട്ട് വരിക. അന്ന് അത്രയും ദുഷ്ട മനസ്സുള്ള ഞാൻ അവിടെ കണ്ടിട്ടില്ല. പിന്നെയോ പറഞ്ഞേട്ടോ ഞങ്ങളവിടെ വൃത്തിയാവില്ല. ഏതോ ട്രെയിനോ ആണല്ലോ. ഇങ്ങോട്ട് വാ, കൈപ്പാട്ട് കണ്ടു നിങ്ങൾ തരവാക്കി കാട്ടിൽ ഉപയോഗിച്ച് വരുന്നത്. കുറച്ചുകൂടെ ഐറ്റംസ് വേണം. ഐറ്റംസ് ഞാൻ ഉള്ള മടി ഇരിക്കുന്നത്. ഞാൻ എണീറ്റ് പാടില്ല. ജസ്റ്റ് ഗ്ലാസ് കുട്ടിയുള്ളൂ. ചോക്ലേറ്റ് എടുത്തിട്ടോ? ചോക്ലേറ്റ് എടുത്തിട്ടോ? സമാധാനായിട്ടേ. ഇവിടെയാണ് മസിലത്. സ്മിത് മോളുടെ ഹാപ്പി ബർത്ത്ഡേ അത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാരും പഠിക്കേ. വയസ്സ് പറയത്തില്ല, 74. 27 വയസ്സേ ഉള്ളൂ അവന്റെ ഇതില്. ഒരു പാട്ട് പാടാൻ സൂപ്പർ സുരസുന്ദരി. അമര സല്ലാമേ. പിന്നെയും തിങ്കളേ തിങ്കളേ ഇനിയോട് കണ്ടറിയരുതേ. ഇവൾക്കൊരുവൻ കിഴക്കുടിച്ച് താല്പിളി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്ക്. തിങ്കളെ തിങ്കളെ ഇനിയോട് കണ്ടറിയരുതേ. പഴയ പാട്ടുകൾ അറിയാം. വീണ്ടും പാടുന്നു. ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. പൊന്മൈനേ കൊതിക്കുന്നു ഞാൻ നിന്നെ. ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്. ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ തുള്ളു മനുഷ്യന്മാരെ. ഏത് ക്ലാസ്സാ പറയും? ഞാൻ സക്കരിയ, സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പൊ റിട്ടയർ ചെയ്ത്. യാസിൻ ഡിസൈനറാണ്. പേരെന്താ? ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? പേരെന്താ? അനൂപ്. എന്താ പറയുക? ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യുന്നു.
ഞങ്ങളൊക്കെ ഒരുമിച്ച് ഞങ്ങൾ മൂന്നാളെ ഒരുമിച്ച് ഇറക്കിയിരുന്നു. ഉമാശങ്കരൻ ഹൈക്കോടതിയിൽ ഇറക്കിയിരുന്നു. ഞങ്ങള് എറണാകുളം. കോട്ടയത്ത് നിന്ന് വരുന്നു. എന്താ വർക്ക് ചെയ്യാ? ഞാൻ ഗോപിക ടീച്ചറായിട്ട് വർക്ക് ഇത് ഏതാണ് സ്റ്റേഷൻ എന്ന് ഓർമ്മട്ടില്ല. ട്രെയിനിൽ നിന്നൊന്ന് ഇറങ്ങിയതാ. കായും കാലൊക്കെ ഒന്ന് നിർത്തി നടക്കാൻ വേണ്ടിട്ട് ഇരുന്നിരുന്ന് അങ്ങനെ മടുത്തേക്കുന്നു. അപ്പൊ നമുക്ക് ബാക്കി ട്രെയിനിന്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം. കുറച്ച് ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോവുക. കാരണം ഇവിടെ വെള്ളം നിറക്കുന്ന ഒരു സ്റ്റേഷനാണ്. അത് തുടച്ചതിന്റെ ഒപ്പം വേറെ തുണി വേണ്ടി വരും. അല്ല, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ല. പുറത്തല്ല പൊടി, അകത്തുനിന്നാണ് പൊടി. പുറത്തുണ്ടോ? വീഡിയോ എടുത്തതാ ഇത് കുറവാണല്ലോ. ബാക്കി എന്തേ? ആരെങ്കിലും വണ്ടി ഇതിലുള്ള ആളല്ലേ. അപ്പം പുള്ളിക്ക് എന്തെങ്കിലും ഡ്രൈവർമാരെ വല്ലതും പരിചയം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഡ്രൈവറെ ഇവിടെ വേണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഡ്രൈവറെ വല്ലതും പരിചയം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചായിരുന്നു. അതേ ഉള്ളൂ. അല്ല മനോജൊന്നും നമ്മൾ താന്ത്രികൻ അല്ല 2000-ന് ശേഷമുള്ളതാണോ മുമ്പുള്ളതാണോ? ശേഷം ഈ അടുത്തുള്ളോ? മാന്ത്രികൻ മന്ത്രമുണ്ട് തന്ത്രമുണ്ട് ഇല്ലേ? തന്ത്രമാണുള്ളത്. ഇവർക്ക് അറിയില്ല സിനിമ. ഞാൻ പോലും കണ്ടു. എനിക്ക് പോലും അറിയില്ല. ഇത് കുർദ റോഡ് സ്റ്റേഷൻ. ഇവിടെ കുറച്ചേരം നിർത്തും ഈ ട്രെയിന്. ഈ ട്രെയിൻ പൊതുവേ ലേറ്റാണ്. മൊത്തം പിന്നെ ഈ ആസാമികളെ കൊണ്ടുള്ള തിരക്കുള്ള ഒരു ട്രെയിനാണ്. രാവിലെ 9:05 ഇത് ശരിക്കും ഗുവാഹട്ടിയിൽ എത്തേണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ യാത്രയുള്ള ട്രെയിൻ എന്ന് പറഞ്ഞല്ലേ. ഏകദേശം 4157 കിലോമീറ്റർ ഓടിയിട്ടാണ് ആസാമിന്റെ ദിബ്രുഗഡ് എന്ന സ്റ്റേഷനിലാണിത് ലാസ്റ്റ് സ്റ്റോപ്പ് ഉള്ളത്. ഇതാണ് ഇതിന്റെ പേര്. ട്രെയിനിന്റെ പേരാണ് കാണിക്കുന്നത്. കാരണം പീനട്ട് നല്ല ഇതാണ്, ടൈറ്റ് ആണ്. അപ്പൊ ഇതായിട്ട് ഇങ്ങനെ ബ്രെഡ് പൊടിഞ്ഞു കൊടുക്കും. അത് നമുക്ക് അടുത്ത തേക്കാം. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടുവന്ന ലെമൺ റൈസും നല്ല നെത്തറ് പൊരിച്ചതാണ്. ഞാനിവര് എന്തിനും കാര്യം ചോദിച്ചാൽ എന്തിനായിരിക്കും ചോദ്യം പോലും ഉണ്ടായില്ല. മണ്ടയ്ക്ക് ആ ബാഗ് ഉണ്ടോന്ന് നോക്കുവോ? ഉണ്ടേ വട്ടോ തമ്മിൽ വ്യത്യാസം. അല്ല, മറ്റേത് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ മൊത്തത്തിൽ ഇതിന് കുറച്ച് പേര് കൊടുത്താൽ പറ. എന്ത് ബിരിയാണിയാണ്? ഞാൻ നിങ്ങളുടെ ഒരു സാധനങ്ങള് ഒന്നുമില്ല. ഉണ്ട് വല്ലപ്പോഴും ഉണ്ടോ?
ഞങ്ങള് മേടിച്ചില്ല അവിടെ നല്ല സാധനം കിട്ടുന്നതാണ്. ഏതാ സാധനം? ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു വാക്ക് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് ഞാൻ പറയാം. അതിന് തീരുമാനമായി. നോക്കല്ല अरे लीलामणि अरे भैया दे दो पैसे दादा पैसे दाओ. इधर स्नैप पड़ गया നിന്റെ പേരെന്താടി? लीलामणि अरे लीलामणि अभी तो 100 रुपये दो, मैं सुट्टा दूंगी दो। जी पे, हाँ जी पे आई नाटक मत करे तो लड़की लखे पटक से बात लड़की है क्या हुआ? इधर आके क्या बात कर रहे हैं? ഓ ഹൈ വീടാ ഭാഗവതി ജനിക്കുന്നു. സൂപ്പർ ആയിരിക്കുന്നു. ഇരിക്കല്ലേ നീ അവിടെ പോകുമ്പോൾ നീ കഴിയാൻ കുഴപ്പമില്ല. ഇത് കൂട്ടാ खड़गपुर ഗോരഖ്പൂർ അല്ല, खड़गपुर ഖരഗ്പൂർ.
മീനാകുമാരി ഇവിടെ പേര് ആൾക്കാർ പൊൻപ്രഭാതം വിടരും നേരം കുളിച്ച് റെഡിയായി വന്നു. കുളിച്ചവനോ ചീത്ത വിളിച്ചില്ലേ? കിളിപ്പനായി വിഷണനായി ഏകാന്തനായി ഞാൻ നിന്നു. കിളിപ്പനായി വിഷണനായി ഏകാന്തനായി ഞാൻ നിന്നു. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൽ മൈതാനത്ത്. ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ? പതിനാലായിരം തുടങ്ങുന്നില്ല. പാട്ടുവല്ലേ? സലാം സലാം മുഹമ്മദ് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അഭിനവ് പങ്കിന്റെ വിശ്വാസമായ വേണ്ട പണ്ടിട്ടാ നീ ചിക്കൻ ബിരിയാണി ഖാന എന്താ എങ്ങനെ നിങ്ങളിങ്ങനെ തമ്മിൽ കൾച്ചർ ഉണ്ടാക്കരുത്. അതിലാണ് നിങ്ങളൊക്കെ എല്ലാരും ഒരു കൾച്ചർ ഇല്ല അറിയോ?
അതിന് വാങ്ങണ്ട, അല്ലാണ്ട് ടിക്കറ്റ് ഒന്നും കിട്ടൂല. നീ ചൊല്ലേക്കാളോ എനിക്കറിയാം പിന്നെ ഞാൻ നമ്മളെ ഒരു തിരിച്ചു പകരം പമ്പാ ഗണപതി പാരിന്റെ അധിപതി പമ്പാണുരണ മന്ത്രി തന്റെ വിഘ്നങ്ങൾ തിരുപോലെ തീർക്കണം മുന്തി. അങ്ങനെ 60 മണിക്കൂർ യാത്രക്ക് ശേഷം അങ്ങനെ ഗുവാഹട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം ഉച്ചക്ക് 2:40 ആയിരിക്കുന്നു. ഗുവാഹട്ടിയിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ മേഘാലയയിലെ ചിറാപുഞ്ചിയിലേക്ക് ഇവിടുന്ന് ടാക്സിക്ക് പോകണം. അങ്ങനെ ഗുവാഹട്ടിയിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഒരു 8 പേര് ഫ്ലൈറ്റിനുണ്ട്. അവർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുണ്ട് എന്നിട്ട് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിൽ 3 സ്ത്രീകളുണ്ട്, 5 പുരുഷന്മാരുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് 2 ടെമ്പോ ട്രാവലിന് പോവാണ്. ഇത് ഇവിടുത്തെ ഗുവാഹട്ടി ലോഞ്ചാണ്, റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് കിടക്കുന്ന ആ ഭാഗത്തുള്ള. ഇത് റെയിൽവേ സ്റ്റേഷന്റെ പുറംഭാഗമാണ്. ഞാൻ ഇനിയിപ്പോൾ സമയമല്ല, പിന്നീട് ഞാൻ മടങ്ങുന്ന സമയത്ത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും പരിസരമൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് അറിയാം. ഗുവാഹട്ടി ആസാമിന്റെ തലസ്ഥാനാണല്ലോ. നമ്മൾ ടാക്സി സ്റ്റാൻഡിലേക്ക് പോവാണ്. ഇതാണ് ഗുവാഹട്ടി റെയിൽവേ ഞങ്ങൾ ഇനി മേഘാലയയിൽ അടിച്ചു പൊളിക്കാൻ പോവാണ്.
അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.